അമ്മേ ഞാനൊന്നേ കറങ്ങാൻ പോയിക്കോട്ടെ മോനെ. ഓക്കെ, പക്ഷെ നീ എങ്ങനെയാ പോന്നേ? അമ്മ അത് ഞാൻ ആലോചിക്കുന്ന ഈ കാർ എടുത്തോണ്ട്. അത് വേണ്ട മോനെ, അച്ഛൻ വന്നാണ്ടല്ലോ നിന്നെ കൊല്ലും. ഒന്നാ നിനക്കറിയാലോ വണ്ടിയൊക്കെ ലോൺ എടുത്തിരിക്കുക. നിനക്ക് ലൈസൻസ് ഉണ്ട് എനിക്കറിയാം, പക്ഷെ നിനക്ക് ഓടിക്കാൻ അറിയത്തില്ലല്ലോ. ഈ വീടും പക്ഷെ ലോൺ എടുത്താ ഉണ്ടാക്കിയേ. അപ്പം ആ മനുഷ്യൻ എന്താ ജോലി ചെയ്താ പൈസ ഉണ്ടാക്കുന്നത്. എന്നാ നീ പോയിക്കോ. ശരി അമ്മേ, താങ്ക് യു ഉമ്മ. അതൊന്നും വേണ്ട, നീ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കും വന്നാൽ മതി. ഗൈസ് അങ്ങനെ അമ്മ സമ്മതിച്ചിരിക്കുകയാണ്. ഗൈസ് ഇനി നമുക്ക് പോവാം. ഗൈസ് കാരണം ഇത് അച്ഛൻ ലോൺ എടുത്തെടുത്ത വണ്ടിയാണ്. ഗൈസ് ഈ വീടും ലോണിലാണ്. ഗൈസ് എനിക്കാണെങ്കിൽ ജോലിയും കൂലിയും ഇല്ല, ഇരുന്നിട്ട് 2 വർഷമായി. ലൈസൻസ് ഒക്കെ ഉണ്ട്, എടുത്തത് 2019. സോ ഗൈസ് ലെറ്റ്സ് ഗോ. ഇതെന്നാ വണ്ടി ഇന്ന് പോയി? പോയി ഗൈസ്. എൻ്റെ വണ്ടി ഒരു 5 സെക്കൻഡത്തേക്ക് നിന്നുപോയി. ഓക്കെ ഗൈസ്, എനിക്ക് പേടി, ഇടിക്കാതിരുന്നാൽ മതി. അതൊന്നും സീനില്ല, എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം ഗൈസ്. ഈ സംഗാനി ഇടിച്ചാണല്ലോ അച്ഛൻ എന്നെ കൊല്ലും. അയ്യോ ബ്രേക്ക് എത്തി ഗൈസ്. അയ്യോ ഗൈസ്, ബെസ്റ്റ് ഇടിച്ച് ഗൈസ്, സമാധാനമായി. ഇനി അച്ഛൻ എന്നെ കൊല്ലൂല്ലോ. ചേട്ടാ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്തൊക്കെയാ പറ്റിയേ? ഞാൻ ഇത് ഡിക്കി ഇളകിന്ന്, ഡിക്കി ലൂസാ. അയ്യോ അവിടെ ഒരു ഡോറ് പോയി ഗായ്സ്, പണിപാളി. ചേട്ടാ ഇനി ഞാൻ എന്ത് ചെയ്യും? നമുക്കേ അച്ഛനെ വിളിക്കാം. അല്ല വേണ്ട, നമുക്ക് അമ്മയെ വിളിക്കാം. എന്തായിരുന്നു നമ്പർ? ഓക്കെ 07. ഓക്കെ ഇനി വിളിക്കാം. അമ്മേ എന്താടാ മോനെ? അമ്മേ ഞാൻ അറിയാതെ ആ വണ്ടി ഒന്ന് കൊണ്ടുപോയി ഇടിച്ച്. എനിക്കൊന്നും കേൾക്കണ്ട, പട്ടിയാണോ മര്യാദയ്ക്ക്? ഗൈസ് പണിപാളി ഗൈസ്. അമ്മയാണെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. അമ്മ അതിന് കട്ട് ചെയ്യാൻ. നീ ഇതെടുത്തോണ്ട് വീട്ടിൽ പോയാൽ ആ സീനാവും ഗൈസ്. നമുക്ക് ഏതായാലും ഒന്ന് പോകാം ഗൈസ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ സ്റ്റോറി മോഡലുള്ള വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഗൈസ്. കണ്ടോ ഡിക്കി മൊത്തം ലൂസാണ്, ഡോറും ലൂസാണ്. അച്ഛൻ എന്നെ തല്ലി കൊല്ലും. ഇപ്പം എനിക്ക് തോന്നുന്നു 5000 രൂപയുടെ പണിയായതേ ഉള്ളൂ എന്നല്ല, 5000 രൂപ അടയ്ക്കണ്ടേ. ഡ്രിഫ്റ്റ് അടിച്ച് കയറ്റി ഞാൻ. ഒത്തിരി ഡ്രിഫ്റ്റ് അടിച്ചാൽ അച്ഛൻ എൻ്റെ മോൻ്റെ ഡ്രിഫ്റ്റ് ആവും, അടിക്കും. സീനില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തോട്ട് പോവാം. അച്ഛൻ അവിടെ നിൽപ്പുണ്ടോ? അമ്മയുടെ പുന്നാരമ്മ വന്ന എന്തോ പറ്റി? എന്തോ ഒപ്പിച്ച ലക്ഷണം ഉണ്ടല്ലോ. അച്ഛാ ക്ഷമിക്കച്ചാ, ഞാൻ അറിയാതെ ആ വണ്ടി ഒന്ന് കൊണ്ടുപോയി. പെട്ടെന്ന് പറ, എന്നെ ഒരുപാട് ടെൻഷൻ അടിക്കാതെ, അടുപ്പിക്കാതെ. അച്ഛാ ഞാൻ അറിയാതെ ആ വണ്ടിയെ കൊണ്ടുപോയി ഒന്ന് ഇടിപ്പിച്ച്. എന്ത്? നീ ഇടിപ്പിച്ചെന്നോ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലൂടാ. അയ്യോ അച്ഛാ, ഇനി നീ വണ്ടി ശരിയാക്കിട്ട് ഈ വീട്ടിലോട്ട് കയറിയാ മതി. അയ്യോ അച്ഛാ അടിക്കല്ലേ, ഞാൻ പാവമാണ്. അച്ഛാ ക്ഷമിക്ക്. നീ ഇത് ശരിയാക്കിട്ട് വീട്ടിൽ കയറിയാ മതി, മനസ്സിലായോടാ? മനസ്സിലായി അച്ഛാ. ഗൈസ് ഒരു രക്ഷ കിട്ടും. അച്ഛനാണ് ഇടിച്ചു പോയ കൊന്നേനെ. വണ്ടി ശരിയാക്കിയിട്ട് കയറിയാൽ അറിയുന്ന പറയുന്നത്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു സ്ഥലം പോലും അറിയത്തില്ല. ഞാൻ ഇന്ന് എവിടെ പോകും? എവിടെ കിടക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഏതായാലും ഒരു ദിവസം ഒരാളുടെ വീട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ജാക്ക്. നമുക്ക് ആ ജാക്കിൻ്റെ വീട്ടിൽ പോയിട്ടേ അവനോടൊന്ന് ചോദിക്കാം. ഇനി ഇത് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ ഞാൻ തന്നെ പിന്നെയും പോസ്റ്റിലോട്ട് ഇടിച്ച് കയറ്റി. 4 ഡോറും പോയി. 5000ൻ്റെ മണി 20,000 ആകുമോ? എനിക്കറിയത്തില്ല. ഈ ഡിക്കിയും കൂടെ പോയാണ്ടല്ലോ 25,000. അങ്ങനെ ഞാനിപ്പോൾ ജാക്കിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ജാക്ക് എന്തി? ജാക്കേ ജിമ്മി, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, എന്തോ പറ്റി? എടാ അതെ വീട്ടിൽ ഒരു ചെറിയ സീനെ. എന്ത് സീൻ? എടാ അമ്മ പറഞ്ഞ് വണ്ടി എടുത്തോണ്ട് പോവാൻ. എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാ, പക്ഷെ അത്ര ഒരു വശമില്ല ഓടിക്കാൻ. അച്ഛൻ ഭയങ്കര കലിപ്പില്ല, വണ്ടി ശരിയാകാതെ ഇങ്ങോട്ട് കയറില്ലെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യടാ, ഇന്ന് എൻ്റെ വീട്ടിൽ കിടന്നു. താങ്ക്സ് ഡാ. ഇവൻ
ഒരു ദിവസം കിടക്കാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ അത്യാവശ്യം നല്ല വലിയ വീടൊക്കെയാണ്. ഓക്കെ. എടാ ജാക്ക്, എടാ നിനക്ക് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് വല്ലതും അറിയാം? എനിക്ക് വർക്ക്ഷോപ്പ് ഒരെണ്ണേ അറിയത്തുള്ളൂ, അതാ വില്ലേജിൽ ഞാൻ നിനക്ക് ലൊക്കേഷൻ ഞാൻ നിനക്ക് മൊബൈലിൽ ഇട്ട് തരാം. ആടാ ശരി. ജാക്കേ, ഞാൻ പോയി കടക്കട്ടെ, എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു, നാളെ പോകണ്ട. ശരിടാ, ഗുഡ് നൈറ്റ്. ഗൈസ് അങ്ങനെ രാത്രി ആയൊക്കെയാണ്. സോ ഗൈസ് ഇന്ന് രാത്രി എനിക്ക് ഇവിടെ കടക്കാൻ സാധിക്കൂ. ഗൈസ് ഇവൻ എനിക്കൊരു റൂം തന്നു. സോ ഗൈസ് ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. ഗൈസ് അപ്പോൾ നമുക്ക് രാവിലെ കാണാം. ജിമ്മി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാക്കേ. എടാ ഇപ്പം എങ്ങനെയുണ്ട്? എടാ നല്ല ഉറക്കം കിട്ടി. AC കൂടെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ആടാ ശരി, എന്നാ ഞാൻ നിന്നെ പിന്നെ കാണാം. ഓക്കേടാ, ഇങ്ങോട്ടൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ വരണേ. എപ്പോഴേലും അല്ല, ഞാൻ വരാം. ശരി എന്നാ, ബൈ. ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പം ഞാൻ ജാക്കിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗൈസ് അവൻ എനിക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്നു വർക്ക്ഷോപ്പിലെ. പക്ഷേ ഞാൻ ഒരു ചേട്ടനോട് ചോദിച്ചു. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, എടാ നീ അവിടെ പോകുന്നത് സേഫ് അല്ല, അയാൾ ഇച്ചിരി ഡേഞ്ചറാന്നൊക്കെ. ഞാൻ കാര്യമാക്കില്ല. ഗൈസ് ഇതാണ് ആ സ്ഥലം. ജാക്ക് പറഞ്ഞല്ലേ അങ്ങനൊന്നും ഇല്ലായിരിക്കും. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ഈ ഒരു വീട്ടിലാണ് ഗൈസ് ഇവിടെ ആണെന്ന് തോന്നുന്നു. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു പുള്ളി. സാറേ, അതെ ഇവിടെ ആണോ സാറേ കാറൊക്കെ റിപ്പയർ ചെയ്യുന്നേ? അതെ, എൻ്റെ 4 ഡോറും പിന്നെ എൻ്റെ പുറകിലത്തെ, എൻ്റെ അല്ല വണ്ടിയുടെ പുറകിലത്തെ ഡിക്കിയും ലൂസാ. അപ്പം എത്ര വരും? 30,000 ഇച്ചിരി കുറയ്ക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ അത്ര പൈസ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഇപ്പം തരത്തില്ല, ഞാൻ പിന്നെ തരാം. ഞാൻ ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പം എപ്പോഴാണ് ചേട്ടാ ഞാൻ വരണ്ടേ? നാളെയോ? ശരി ചേട്ടാ. അപ്പം വണ്ടിയുടെ പണി ശരിക്കും കഴിയുമല്ലോ, നല്ലപോലെ ആക്കണം. ചേട്ടാ അപ്പം ഞാനെങ്ങനെ പോവും? അപ്പം വണ്ടി നാളെ കിട്ടത്തുള്ളൂ. എങ്ങനെ പോകും ചോദിച്ചപ്പോൾ എങ്ങനെയെങ്കിലും പോകാം. ഞാൻ ആ ചന്ദ്രനെ വിളിക്കാം. എൻ്റെ കൂടെ പഠിച്ചൊരു ചന്ദ്രനുണ്ട്, അവൻ ഓട്ടോ ഡ്രൈവറാണ്. സോ ഞാൻ അവനെ വിളിക്കാം, അവൻ വരും. ഹലോ ചന്ദ്ര. എടാ ചന്ദ്ര, എനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് എനിക്ക് വീട് വരെ ഒന്ന് പോകണം. ഗൈസ് അങ്ങനെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. എന്തോ പറ്റിയടാ? എന്നോട് ജാക്ക് പറഞ്ഞു വീട്ടിൽ ചില സീനാന്ന്. ജാക്ക് ആ വിവരം നിന്നെ അറിയിച്ചോ? പിന്നെ എടാ അതായത് ഞാൻ രാവിലെ വണ്ടിയും കൊണ്ട് പോയതാ, ഒന്ന് ഇടിച്ചങ്ങ് കയറ്റി. പിന്നെ അച്ഛൻ ഭയങ്കര കലിപ്പായി പറഞ്ഞ് നീ ഇനി ആ വണ്ടി ശരിയാക്കിയിട്ട് വീട്ടിലോട്ട് കയറാവുന്നു. അപ്പൊ അതാണല്ലേ കാര്യം. അപ്പൊ നീ ഇപ്പൊ എവിടാ കടന്നേ? ഞാൻ ഇന്നലെ ജാക്കിന്റെ വീട്ടിൽ കടന്ന്. നീ എവിടാണ് ശരിയാക്കാൻ കൊടുത്തേ? ആ ജാക്ക് എനിക്കൊരു ലൊക്കേഷൻ ഇട്ട് തന്നടാ. അത് വില്ലേജിലെ ഒരു വീട്ടിലെങ്ങാണ്ട്. എടാ അയാൾ അത്ര ശരിയല്ല കേട്ടോ. ഇച്ചിരി ഉടായിപ്പുകാരനാ. ഉടായിപ്പോ? എന്നോട് ജാക്കാ പറഞ്ഞു തന്നെ. അവൻ കൊച്ചിലെ ഓട്ടോ ഉടായിപ്പല്ലേ? എനിക്ക് തോന്നില്ലടാ. അയാളെ കണ്ട ഒരു പാവാണ്. പക്ഷെ അയാൾ എന്നെ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലല്ല നോക്കിയേ. അതെന്തേലും ആട്ടെ. എടാ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ എവിടെയെങ്കിലും ഒരു കടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ പറ. എടാ അതേണ്ട ഈ റാമ്പിന്റെ താഴെ കടക്കാനുള്ള സ്ഥലമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയിക്കോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിക്കാണ്. എൻ്റെ 2ാമത്തെ രാത്രിയും കഴിഞ്ഞു. ഇതാരാ? എന്താ പറ്റിടാ ജാക്കേ? എടാ നിന്റെ വണ്ടി റെയിൽവേ സ്റ്റേഷനില് അയാള് ആ വണ്ടി പൊക്കിക്കൊണ്ട് പോകാൻ നോക്കുന്നു. എന്ന് വെച്ചാ മോശിച്ചോണ്ട് പോകാൻ നോക്കുന്നെന്ന്. അയ്യോ സീനാവൂല്ലോ അങ്ങനാണെങ്കി. എടാ നീ അല്ലേ പറഞ്ഞേ അയാള് നല്ലതിനാന്ന് ഞാൻ വിശ്വസിച്ച്. എടാ നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കാതെ വാ, നമുക്ക് പെട്ടെന്ന് സ്റ്റേഷൻ വരെ പോണം. ഏത് സ്റ്റേഷൻ? പോലീസോ അതോ റെയിൽവേ? ശരി എന്നാ വാ. ഗായ്സ് ഇവിടെ വേണ്ട ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അയ്യോ ഗൈസ് തന്നെ ട്രെയിനും വന്നു. ഇയാളിത് എവിടെ പോയി കിടക്കുക? ഗൈസ് ഏതായാലും ദേണ്ട്. എടാ കള്ളാ.
ഞാൻ ഒന്നും അറിയാത്ത എനിക്ക് പോവാം. നിന്റെ പരിപാടി തീർത്ത് തരാണ്. ഡോ താൻ എന്നെ പറ്റിക്കാൻ നോക്കുന്നോ? ഇല്ല. നീ ഏതാ ഇനി? എടാ നീ കള്ളം പറയുന്നോടാ. ഞാനും ആ വണ്ടി ചെയ്തില്ല. നീ ആളാണ് എന്നെ പോയിട്ട് ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലല്ലേ ചോര ഒഴുകണത്. ബോധം കെട്ട് വീണയാണ്, അതുകൊണ്ട് സീനില്ല. ഈ സേഡ് എടുക്കുന്നത് നമ്മുടെ വണ്ടി. ഹലോ, ഇറ്റ്സ് SI മാധവൻ ചന്ദ്രൻ. ഞാൻ പോലീസ് സ്റ്റേഷനാണ്. നിങ്ങൾ ടൗണിനെ ഇവിടുത്തെ ഒരു റിപ്പോർട്ടാണ് സ്റ്റേഷൻ വരുന്നത്. ഗോയ്സ് ഇത് നമുക്ക് കോൾ അടിച്ചല്ലോ, നമുക്ക് ലാഭമായി. നമുക്ക് പൈസയും കൊടുക്കേണ്ട വന്നില്ല. എനിക്ക് സ്റ്റേഷൻ പോകണം കേസ്, എനിക്ക് പൈസ കിട്ടുന്ന ഞാൻ കേസ്. ഓക്കെ കേസ്. സോ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേസ്. ഇനി ഇങ്ങനത്തെ വീഡിയോയും കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഗുഡ് ബൈ.